ഇത് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം. എന്നാ നീ ഇത് കൊണ്ടുവയ്ക്കേ. എന്താടാ, എന്താ പ്രശ്നം? ഇരിക്കെ പ്രശ്നമൊന്നുമില്ലടാ. നിന്റെ പേര് ചേർത്ത് ഞാൻ അമ്മയോടൊരു കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ നീ കേറി വരുന്നത്. അമ്മ നിന്നെ കണ്ടിരുന്നെങ്കിലേ എന്റെ സകല കള്ളവും പൊളിഞ്ഞേനെ. നീ നിന്റെ അമ്മയോട് കള്ളം പറഞ്ഞ കാരണം ഞാനിപ്പോ പട്ടിണിയായി. അത് സാരമില്ല, നിനക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ഞാൻ വാങ്ങിത്തരാം. ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല, നീ എന്ത് കള്ളാ പറഞ്ഞത്? അത് വിട്. കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ 100 വീട്ടിൽ പോകുന്ന നീ എന്തിനാ ഈ വഴി വന്നത്? നിന്നെ കാണാൻ തന്നെയാ, അല്ലാതെ പിന്നെ എന്തിനാ? എന്തിനാ എന്നെ കാണാൻ വന്നതെന്നാ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. സൗസവും ജയന്തിയും വിളിച്ചിട്ട് പാറു ഫോൺ എടുക്കുന്നില്ലാന്ന്. അവക്കിപ്പോ എങ്ങനെയുണ്ട്? അഡ്മിറ്റ് ആണോ? അഡ്മിറ്റ് ഒന്നുമല്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ട്രിപ്പ് കയറ്റി. അത് തീർന്നപ്പോ ഭൂമിക മേഡം അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. അല്ല, അവക്ക് എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞത്? പാറുവിന് എന്ത് പറ്റിയതാണെന്ന് ഞാനും കൈലാഷ് സാറും ഡോക്ടറോട് ചോദിച്ച, പക്ഷെ ഞങ്ങളോട് പറയാൻ ഡോക്ടർ തയ്യാറായില്ല. പാറുവിന്റെ സ്വന്തത്തിലുള്ള സ്ത്രീകളോട് മാത്രമേ പറയൂന്ന്. പാറുവിന്റെ സ്വന്തക്കാരൊക്കെ നാട്ടിലല്ലേ. അതുകൊണ്ട് ഞാൻ ഭൂമിക മേഡത്തെ വിളിച്ച് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഭൂമിക മേഡം ഡോക്ടറോട് സംസാരിച്ചോ? സംസാരിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ഞാൻ ഭൂമിക മേഡത്തോട് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെന്നാ ഭൂമിക മേഡം പറഞ്ഞത്. അത് കള്ളോ. ഭൂമിക മേഡത്തോട് ഡോക്ടർ എന്തോ പറഞ്ഞിട്ടുണ്ട്. മേഡം അത് ഞങ്ങളോട് പറയാത്ത. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പാറു എന്തുകൊണ്ടായിരിക്കും അൺകോൺഷ്യസ് ആയിട്ട് വീണത്? നിനക്കെന്താ തോന്നുന്നത്? ഒരു ഐഡിയ ഇല്ല. പക്ഷേ അവള് ടെൻഷൻ കൊണ്ട് കുഴഞ്ഞു വീണൊന്നുമല്ല. ടെൻഷൻ കൊണ്ട് കുഴഞ്ഞു വീണ അത് ഞങ്ങളോട് പറയാൻ ഡോക്ടർ എന്തിനാ മടിക്കുന്നത്? അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തിനാ തലപുണ്ണാക്കുന്നത്? അവക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ.